ഹായ് എവരി വൺ, വെൽക്കം. ഇനി നമുക്ക് സിംഗിൾ ക്രോഷേ വെച്ച് എങ്ങനെയാണ് ഇൻക്രീസും ഡിക്രീസും ചെയ്യേണ്ടതെന്നാണ് നമുക്ക് പഠിക്കാം. ഞാനിപ്പോൾ കുറച്ച് സ്റ്റിച്ചസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആദ്യം നമുക്ക് ഇൻക്രീസ് നോക്കാം. അതായത് ആദ്യത്തെ ഒരു സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻക്രീസ് എന്ന് പറയുന്നത്. അതായത് സിംഗിൾ ക്രോഷേ വെച്ചിട്ടുള്ള ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ ഒരുമിച്ച് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഇൻക്രീസ് ആയിട്ട് കണക്കാക്കുന്നത്. കണ്ടപ്പോൾ നമുക്കൊരു വി ഷേപ്പിലാണ് അതിനെ കിട്ടുന്നത്. കുഞ്ഞൊരു വി എഴുതിയത് പോലെയാണ് നമുക്കവിടെ കിട്ടുന്നത്. ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇൻക്രീസായി. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സിംഗിൾ ക്രോഷേ വെച്ച് ഡിക്രീസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. 2 തരം ഡിക്രീസ് ഉണ്ട്. ഇത് സിംഗിൾ ക്രോഷേ 2 ടുഗദർ ആണെന്ന് പറയുന്നത്. അതായത് ഒരു തവണ നമ്മൾ വലിച്ചെടുക്കുന്നു, വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ കൂടെ ഒന്നുകൂടെ ഹുക്ക് വെച്ച് യാണിനെ വലിച്ചെടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടായിരിക്കും. 3-ൽ കൂടെ നമ്മൾ ഒരുമിച്ചാണ് പുൾ ത്രൂ ചെയ്യുന്നത്. ഒരു തവണ നമ്മൾ യാൺ വലിച്ചെടുത്തു, വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ കൂടെ വലിച്ചെടുത്തു. 3 ലൂപ്പ് നമുക്ക് അവൈലബിൾ ആണ്. 3-ൽ കൂടെ ഒരുമിച്ചാണ് നമ്മൾ പുൾ ത്രൂ ചെയ്യുന്നത്. ഇതിനെയാണ് സിംഗിൾ ക്രോഷേ 2 ടുഗദർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 സിംഗിൾ ക്രോഷേ വെച്ചിട്ടുള്ള ഡിക്രീസാണ്. അടുത്തത് 3 സിംഗിൾ ക്രോഷേ വെച്ച ഡിക്രീസാണ്. ഒരു തവണ വലിച്ചെടുത്തു, വീണ്ടും ഒരു തവണ കൂടി, ഇനി ഒരു തവണ കൂടി വലിച്ചെടുക്കുന്നു. ഇപ്പോൾ 3 തവണ നമ്മൾ യാണിനെ വലിച്ചെടുത്തു. ഇപ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് അവൈലബിൾ ആണ്. 4-ൽ കൂടെ നമ്മൾ ഒരുമിച്ചാണ് പുൾ ത്രൂ ചെയ്യുന്നത്. അതിനാണ് സിംഗിൾ ക്രോഷേ 3 ടുഗദർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. ഒരു തവണ വലിച്ചെടുത്തു, വീണ്ടും ഒരു തവണ കൂടി, ഇനി ഒരു തവണ കൂടി നമ്മൾ വലിച്ചെടുത്തപ്പോൾ 4 ലൂപ്പുണ്ട്. 4-ൽ കൂടെ ഒരുമിച്ച് നമ്മൾ പുൾ ത്രൂ ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് സിംഗിൾ ക്രോഷേ 3 ടുഗദർ ആവുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷേ 2 ടുഗദറും 3 ടുഗദറും വരുന്നത് നമുക്ക് ഡിക്രീസാണ് വരുന്നത്. ഇനി ഇതിന് കുറച്ച് സിമ്പിൾസും കൂടെ ഉണ്ട്. സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഒരു വി ഷേപ്പാണ് കിട്ടുന്നത്. ആ വി ഷേപ്പിൽ 2 സൈഡിലൊരു വെട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ്. ഡിക്രീസ് എന്ന് പറയുമ്പോൾ അത് താഴോട്ടാണ് വരുന്നത്. അപ്പോൾ 2 സിംഗിൾ ക്രോഷേ ചെയ്യുന്നത് കൊണ്ട് സിംഗിൾ ക്രോഷേ 2 ടുഗദർ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് സിംഗിൾ ക്രോഷേ 3 ടുഗദർ ആണ്. അപ്പോൾ നടുവിൽ ഒരു ലൈനും കൂടെ വരും. എല്ലാത്തിലും ഓരോ ചെറിയൊരു വെട്ടുണ്ട്. സിംഗിൾ ക്രോഷേ 3 ടുഗദർ. ടുഗദർ എന്നുള്ളത് TOG എന്ന് മാത്രമാണ് നമ്മൾ എഴുതുന്നത്. എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. താങ്ക് യു.